വയനാട്ടിലെ തിരുനെല്ലി പഞ്ചായത്തിലാണ് നിൽക്കുന്നത്. ഈ റോഡ് കണ്ടോ, ഒരു വലിയ റോഡാണ്. ഈ റോഡിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ പേരെന്തുവാ? തമ്പാൻ ചേട്ടൻ ഇത് നമ്മളോട് പറഞ്ഞു തരും ഈ റോഡിന് കഥ. കാരണം ഈ റോഡ് വന്നത് തന്നെ ഒരു വ്യക്തിയുടെ കഷ്ടപ്പാടാണ്, പ്രസ്ഥാനങ്ങളുടെ ഒന്നുമല്ല കേട്ടോ. ഒരു വ്യക്തിയുടെ കഷ്ടപ്പാട് ഈ ലോകത്തിന് നൽകിയത് 4 കിലോമീറ്റർ റോഡായിരുന്നു. ആരായിരുന്നു പറഞ്ഞു കൊടുത്തത്? പി കെ വാസു എന്ന് പറയുന്ന ഈ നാട്ടിലെ സാധാരണക്കാരൻ. അദ്ദേഹം 4 കിലോമീറ്റർ റോഡ് ആൾക്കാരെയും കൂട്ടി തനിയെ വെട്ടിച്ചു എന്ന് പറഞ്ഞു. ഇനി തമ്പാൻ ചേട്ടൻ പറയും. പറഞ്ഞു തമ്പാൻ ചേട്ടൻ. പി കെ വാസു എന്ന് പറഞ്ഞ ആൾ ഈ നാട്ടിലെ ജനങ്ങളെയും കൂട്ടി ഈ 4 കിലോമീറ്റർ റോഡ് അധ്വാനത്തിൻ്റെ പുറത്ത് മാത്രം ഉണ്ടാക്കിയെടുത്ത ഒരു റോഡാണിത്. അതാണ് ഇന്ന് പിന്നെ ഇത്ര വികസിച്ച് വലുതായി വന്നിരിക്കുന്നത്. പഞ്ചായത്ത് ഇതിന് പേരിടുവാന്നല്ലേ പറഞ്ഞു അദ്ദേഹത്തിന്. പി കെ വാസു മെമ്മോറിയൽ എന്ന് നാമകരണം ചെയ്യാൻ തീരുമാനിച്ചു ഈ റോഡിന്. അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ? പി കെ വാസു മെമ്മോറിയൽ റോഡെന്ന് ഈ റോഡിനെ നാമകരണം ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്നാണ് ഞാൻ അറിയുന്നത്. ഇവിടെ വന്നപ്പം അപ്രതീക്ഷിതമായിട്ട് അറിഞ്ഞാണ്. തമ്പാൻ ചേട്ടൻ പറയുന്ന കേട്ടപ്പോൾ ഒരു വ്യക്തി 4 കിലോമീറ്റർ റോഡ് വെട്ടുക, ആൾക്കാരെയും കൂട്ടി വെട്ടുക. ഈ പാടത്തിനടുത്ത് ഈ റോഡൊക്കെ കണ്ടേ, ഈ പാടമൊക്കെ മണ്ണിട്ട് നികത്തി റോഡ് വെട്ടി വണ്ടി ഓടിച്ചു എന്നാണ് അല്ലേ? പാലങ്ങളൊന്നും ഇല്ലാത്ത കാലത്താ, JCB ഇല്ല, യാതൊന്നും ഇല്ലാത്ത കാലത്ത് മുളയൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ച് പാലം ഉണ്ടാക്കിയതാണ്, ഗതാഗത സംവിധാനം ഉണ്ടാക്കി. അതാണ് ഇന്ന് മൂപ്പർക്ക് അംഗീകാരം കിട്ടുവാണ്. മനുഷ്യരുണ്ട് അല്ലേ? അതേപോലെ പഞ്ചായത്ത് മെമ്പർ വല്ലതും ആയിരുന്നോ? രാഷ്ട്രീയ പാർട്ടിയുടെ വല്ലതാണ്? പ്രവർത്തകനായിരുന്നു, അത്രേ ഉള്ളൂ. മെമ്പറൊന്നുമല്ല. അങ്ങനല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ ഒരു വ്യക്തിയുടെ മനസ്സാണ്. നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അത് രാഷ്ട്രീയത്തിലൊക്കെ ഉപരി ഒരു നല്ല മനുഷ്യന്റെ ഉള്ളിൽ തോന്നുന്നതാണ് എന്ന് പറയുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ പേരല്ല ഇത്. അദ്ദേഹം നാട്ടുകാരെ എല്ലാം കൂട്ടി നല്ലൊരു റോഡ് തന്നെ. ഇതുകൊണ്ടോ ഈ റോഡിന്റെ തീട്ടൊക്കെ റോഡൊന്ന് കാണിച്ചു എല്ലാവരും. അതിമനോഹരമായ റോഡാണ്. 4 കിലോമീറ്റർ അല്ലേ? 4 കിലോമീറ്ററാ? 4 കിലോമീറ്റർ റോഡ് വെട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ റോഡ് ഇല്ലാത്ത സമയത്ത് ഈ കാണുന്ന ഫോറസ്റ്റിൽ കൂടെ ആയിരുന്നു ആൾക്കാർ ഹോസ്പിറ്റലിലേക്കും ഗതാഗത മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന സൈഡിൽ കൂടെയായിരുന്നു 5-4 കിലോമീറ്റർ താണ്ടി ഈ പറയുന്ന പോലെ ടൗണിൽ അങ്ങാടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതിനെല്ലാം ഒരു ജനങ്ങളെ സേവിച്ചുകൊണ്ട് മൂപ്പര് ചെയ്ത സംവിധാനമാണ് ഈ കാണുന്നത്. ഒരു വ്യക്തി വിചാരിച്ചപ്പോൾ ഒരു നാടിനൊരു റോഡുണ്ട്, വ്യക്തികളുടെ പ്രസ്ഥാനമാകും എന്ന് കേട്ടിട്ടില്ലേ? ഒരു വ്യക്തി വിചാരിച്ചാലേ നാടിനൊരു റോഡ് കിട്ടി. ആ റോഡിന്റെ വിവരവും അദ്ദേഹത്തിന്റെ പേര് ഇന്നിപ്പോ തീരുമാനിച്ചു അല്ലേ? എന്തായാലും വിളിച്ചു. ഫംഗ്ഷനൊക്കെ ഇവിടെ പിന്നീട് നടക്കും. അതൊക്കെ പിന്നീട് നമ്മളെ അവരെല്ലാം കാണിക്കും. പക്ഷെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നമ്മൾ അറിഞ്ഞപ്പോഴത്തേനും അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ കോട്ടയത്ത് നിന്ന് വയനാട്ടിൽ യാത്രികമായിട്ട് എത്തിയതാണ്. എന്തായാലും നല്ലത് നാടറിയട്ടെ, എല്ലാവരും അറിയട്ടെ, നല്ല നാടറിയട്ടെ. അങ്ങനെ ഒരു വ്യക്തി എല്ലാവരും അറിയണം. അതിനു വേണ്ടിയിട്ട് ലൈവിട്ടാണ് കേട്ടോ. അയാൾ ജീവിച്ചിട്ടില്ല, ആള് ജീവിച്ചിരിപ്പില്ല. ഇല്ലല്ല, ആള് ജീവിച്ചിരിപ്പില്ലെങ്കിലും പുള്ളി ഉണ്ടാക്കി വെച്ചത് ഇവിടെ ജനങ്ങൾക്ക് ലോകത്തിൽ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ ഒരു 90% ട്രൈബൽസ് ആണ്, ട്രൈബൽ ഏരിയയാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി നമ്മുടെ പിന്നെ ഒരുപാട് കുട്ടികൾ ഈ പറയുന്ന പോലെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗതാഗത യോഗ്യമില്ലാത്ത അവസ്ഥകൾ, ഹോസ്പിറ്റൽ പ്രശ്നങ്ങൾ, ഗതാഗതം ഇല്ലാണ്ട് കുട്ടികൾ എന്ന് വെച്ചാൽ ഓൾറെഡി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ മക്കൾക്ക് പേടിക്കാണ്ട് വീടുകളിലെത്താം. അല്ല രക്ഷിതാക്കൾക്ക് പേടിയായിരുന്നു. സ്കൂളൊക്കെ ഉണ്ട്. തൊട്ടപ്പുറയുണ്ട്. ഇത് ഈ കാണുന്നതാണ് കുറുവാദ്വീപ്. ഇപ്പൊ നിലവിലുള്ളത് പാലവെളിച്ചം ഷാണമംഗലം റോഡ് എന്നാണ് ഈ റോഡിന് അറിയപ്പെടുന്നത്. ഷാണമംഗലം റോഡാണ്. ഇനി ഇത് ഔദ്യോഗികമായ പേരിടലിന് ശേഷം പി കെ വാസു മെമ്മോറിയൽ റോഡ് എന്ന് നാമകരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഇതിലുപരി ഇതൊക്കെ ചെയ്യാനായിട്ട് മറ്റുള്ളവർക്കും തോന്നട്ടെ. അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ചിലരൊക്കെ ജീവിക്കുന്നത്.
ഇതിനാണ് നമ്മുടെ അതെ പറയുന്നത് ലോക സമസ്ത സുഖനോ ഭവന്തു, എല്ലാവർക്കും നന്മ വരാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ. അതെ, അങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഉപരിയാണത്. രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഇതിൻ്റെയൊക്കെ മേളിൽ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇതുപോലെ ഒരു റോഡ് പൊക്കി ഉണ്ടാക്കാനായിട്ട് JCB ഒന്നും ഒക്കെ ഇറങ്ങാത്ത കാലത്ത് അതൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എല്ലാവരും അറിയാം. അതെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇത് വയനാട്ടിലെ ഇനി മുതൽ അടുത്ത പ്രാവശ്യം നമ്മളിവിടെ വരുമ്പം ഈ റോഡിന്റെ പേര് മാറിയിരിക്കും. PK വാസു മെമ്മോറിയൽ റോഡ് എന്നറിയപ്പെടും. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ ബാവലി, അവിടെയാണ് കർണാടക ബോർഡർ വരുന്നത്. കർണാടക ബോർഡർ വരുന്നത് റോഡ് വെട്ടിച്ചത്. അതെ. എന്തായാലും പാൽവെളിച്ചത്തൂന്ന് കർണാടക ബോർഡറിലോട്ടുള്ള റോഡാണ്. അതെ. ഒരു വ്യക്തി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു റോഡ് തീർന്നു. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഓക്കെ എന്നാ. മനോഹരമാണ് ഈ റോഡ്.